ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് വിത്ത് അക്കു. ഇന്ന് ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ ഫ്രൈക്കായിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി, ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും അതും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ചെയ്തിടുന്നത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. അങ്ങനെ ഇതിനെ എല്ലാത്തിനെയും നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ അരപ്പിനെ നമ്മളൊരു വലിയൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത്രയും അരപ്പ് നമുക്ക് ആവശ്യമില്ലാത്തത് കൊണ്ടിട്ട് നമ്മൾ കുറച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ അരപ്പിലേക്ക് ഒരു 4 ടീസ്പൂണോളം കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മുട്ട കൂടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഈ മുട്ടയും കോൺഫ്ലോറും ഈ നമ്മുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മിക്സ്ചറിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട്. ഉപ്പ് നോക്കുന്നുണ്ട്. ഉപ്പ് ഇത്തിരി കുറവായത് കൊണ്ടിട്ട് കുറച്ച് ഉപ്പും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഉപ്പ് ഈ മസാലയിൽ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മസാലയിലോട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ചിക്കൻ ഈ മസാലയിൽ നന്നായിട്ട് പുരട്ടി എടുക്കുന്നുണ്ട്. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല പെരണ്ട് കിട്ടുന്ന രീതിയിലാണ് മിക്സ് ചെയ്തെടുക്കുന്നത് ചിക്കനെ. ഇതിനെല്ലാം നല്ലോണം പുരട്ടിയതിന് ശേഷം തട്ടിപ്പൊത്തി വെക്കുന്നുണ്ട്. പിന്നെ ഇതിനെ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അതൊരു അരമണിക്കൂറോളം ഈ മസാല ഈ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് അരമണിക്കൂറോളം നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ചിക്കനെയും നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇനി അരമണിക്കൂറിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പം അതിനായിട്ട് നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ചിക്കൻ അത്യാവശ്യം മുങ്ങിക്കിടക്കാൻ പറ്റുന്ന അത്രയും സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ ഈ ഓയിലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം ചൂടായത് കൊണ്ടിട്ടാണ്. അപ്പോൾ ചിക്കൻ ഇടുമ്പോൾ തന്നെ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മറിച്ചിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാ ചിക്കനും നമ്മൾ മറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 സൈഡും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനെ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി കുറച്ചുകൂടി ചിക്കൻ ഉണ്ട് നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട്. അതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്.